മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഭിമുഖവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളിൽ പിണറായിക്ക് പ്രതിരോധം തീർത്ത് മന്ത്രി മുഹമ്മദ് റിയാസ്. മുഖ്യമന്ത്രിക്ക് അഭിമുഖം കൊടുക്കാൻ PR ഏജൻസിയുടെ സഹായമില്ലെന്ന് റിയാസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. എന്നാൽ ദ ഹിന്ദുവിനെതിരെ നിയമ നടപടി എടുക്കുമോ എന്ന ചോദ്യത്തിന് റിയാസ് മറുപടി പറഞ്ഞില്ല. വിഷയത്തിൽ ഉയർന്ന വിമർശനങ്ങളിൽ മാധ്യമങ്ങളെ അധിക്ഷേപിച്ച റിയാസ് മുഖ്യമന്ത്രിയെ പിന്തുണച്ചാണ് സംസാരിച്ചത്. മുഖ്യമന്ത്രിക്ക് പറയാനുണ്ടെങ്കിൽ ഇടനിലക്കാരന്റെ ആവശ്യമില്ല. മാധ്യമങ്ങൾ എന്ത് പ്രചാരണം നടത്തിയാലും ഇടതുപക്ഷ രാഷ്ട്രീയം പറയും. കൂടുതൽ പ്രതികരണം മുഖ്യമന്ത്രിയും ഓഫീസും നടത്തുമെന്നും റിയാസ് പറഞ്ഞു. ലൈംഗിക അതിക്രമ കേസിൽ നടൻ നിവിൻ പോളി മുൻകൂർ ജാമ്യം തേടില്ല. FIR റദ്ദാക്കാൻ അപേക്ഷ നൽകേണ്ടതില്ലെന്നുമാണ് നടന്റെ തീരുമാനം. കേസ് എതിരാകില്ലെന്ന നിഗമനത്തെ തുടർന്നാണ് തീരുമാനം. കോതമംഗലം സ്വദേശിനിയായ യുവതി നൽകിയ പരാതിയിൽ നടനെതിരെ കേസെടുത്ത് അന്വേഷണം നടക്കുകയാണ്. കേസിൽ നിവിനെ ഇന്നലെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പ്രസ്താവനയ്ക്കെതിരെ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. മതേതരത്വത്തിന് മാതൃകയായ മലപ്പുറത്ത് സാമുദായിക ധ്രുവീകരണത്തിന് ശക്തമായ ശ്രമം നടക്കുന്നുണ്ടെന്നും അത്തരം ശക്തികൾക്ക് വഴിമരുന്നിട്ട് കൊടുക്കുന്ന പരാമർശമാണ് മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായതെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മുഖ്യമന്ത്രി കമ്മ്യൂണിസം പറയുന്നത് അവരുടെ രാഷ്ട്രീയമാണ്, പക്ഷേ കമ്മ്യൂണലിസം പറയരുത്, അത് അപകടമാണെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. PB അംഗമായ പിണറായി വിജയൻ RSS മനോഭാവമാണെന്ന പ്രചാരവേല നടക്കുന്നതായി CPIM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. അഭിപ്രായം എല്ലാവർക്കും പറയാൻ അവകാശമുണ്ട്. പരാതികളിൽ അന്വേഷണം നടക്കുകയാണ്. ഫലം ജനങ്ങളെ അറിയിക്കും. തെറ്റായ വാർത്തകൾ നേരിടേണ്ടത് എങ്ങനെയെന്ന് കോടിയേരി പഠിപ്പിച്ചു. ജനങ്ങൾക്ക് മുന്നിൽ സത്യം പറയണം. സത്യം എന്തെന്ന് കൃത്യമായി പറയുകയാണ് ശരിയായ മാർഗമെന്നും ബൃന്ദ കാരാട്ട് പറഞ്ഞു. മഹാരാഷ്ട്രയിൽ 12 സീറ്റുകളിൽ മത്സരിക്കാനൊരുങ്ങി CPIM. 2 മാസങ്ങൾക്ക് മുമ്പാണ് മഹാവികാസ് അഘാഡിക്കൊപ്പം സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയത്. പിന്നീട് ചർച്ചയ്ക്കായി സഖ്യം ക്ഷണിച്ചിട്ടില്ലെന്നും CPIM സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ഉദയ് നാർക്കർ പറഞ്ഞു. ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിനിടയിലായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. ഐഫോൺ ഡെലിവറി ചെയ്യാനെത്തിയ ഫ്ലിപ്കാർട്ട് ഡെലിവറി ഏജന്റിനെ ഉപഭോക്താവും സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തി. ലക്നൌവിലെ ചിൻഹട്ട് സ്റ്റേഷൻ ഏരിയയിലാണ് സംഭവം. കൊലപാതകത്തിന് ശേഷം മൃതദേഹം ചാക്കിൽ കെട്ടി കനാലിലെറിഞ്ഞതായും പോലീസ് അറിയിച്ചു. കഴുത്തു ഞെരിച്ചാണ് പ്രതികൾ ഡെലിവറി ഏജന്റിനെ കൊലപ്പെടുത്തിയത്. ഇസ്രയേലിനെതിരായ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം പരാജയപ്പെട്ടെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇറാൻ രാത്രി ഒരു വലിയ തെറ്റ് ചെയ്തു, അതിനുള്ള മറുപടി കൊടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്വയം പ്രതിരോധിക്കാനുള്ള നിശ്ചയദാർഢ്യവും ശത്രുക്കൾക്കെതിരെ തിരിച്ചടിക്കാനുള്ള ഇസ്രായേലിന്റെ ദൃഢനിശ്ചയവും ഇറാനിലെ ഭരണകൂടത്തിന് മനസ്സിലാകുന്നില്ല. ഈ തെറ്റിന് ഇറാൻ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ ക്രിക്കറ്റിൽ മറ്റൊരു അപൂർവ റെക്കോർഡിനുടമയായി യുവതാരം യശസ്വി ജയ്സ്വാൾ. ഇതാദ്യമായാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ഒരു ഓപ്പണിംഗ് ബാറ്റർ ബംഗ്ലാദേശിനെതിരായ ഒരു ടെസ്റ്റ് മത്സരത്തിലെ 2 ഇന്നിംഗ്സുകളിലും അർദ്ധ സെഞ്ചുറി നേടുന്നത്. 2ാം ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിൽ 51 പന്തിൽ ജയ്സ്വാൾ 72 റൺസ് നേടി. 2ാം ഇന്നിംഗ്സിൽ 45 പന്തിൽ 51 റൺസാണ് ജയ്സ്വാളിന്റെ സംഭാവന.